നമസ്കാരം. സീക്കിംഗ് ദ ട്രൂത്തിൻ്റെ പുതിയ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം. സീക്കിംഗ് ദ ട്രൂത്ത് എന്ന ഈ പേരിന് വലിയ പ്രസക്തിയുള്ള ഒരവസരമാണിത്. 18ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്ന ശേഷം ചുറ്റുപാടും ചർച്ചകളാണ്, വലിയ തോതിൽ വിവാദങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ഇതൊരു വിചിത്രമായ തെരഞ്ഞെടുപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീ രഞ്ജിത്ത് കാർത്തികേയനുമായി നടത്തിയ ചർച്ചയിലും പറഞ്ഞതുപോലെ, ജയിച്ചവർക്ക് ജയിച്ചതിൻ്റെ പൂർണ്ണ ആഹ്ലാദമോ തോറ്റുപോയവർക്ക് തോറ്റതിൻ്റെ മുഴുവൻ സങ്കടമോ നൽകാത്ത ഒരു വിചിത്രമായ തിരഞ്ഞെടുപ്പ് വിധി. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ള പല തിയറികളും പല നരേറ്റീവുകളുമുണ്ട്. ചുറ്റുപാടും നോക്കുമ്പോൾ വലിയ ഒരു നെഗറ്റിവിറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഇതിനിടയിൽ യഥാർത്ഥത്തിൽ ഈ സത്യങ്ങളെ, എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഈ കാര്യങ്ങൾ കുറച്ചുകൂടി സമഗ്രമായി വളരെ പോസിറ്റീവായി ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ശ്രീ കെ.വി. രാജശേഖരൻജിയുമായിട്ട് ഇന്ന് നടത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീക്കിംഗ് ദ ട്രൂത്ത് എന്നുള്ളത് വോട്ടെടുപ്പിന് ശേഷമുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അനന്തര സത്യാന്വേഷണം കൂടിയാകുകയാണ് ഈ ചർച്ചയിലൂടെ. ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ കെ.വി. രാജശേഖരൻജി. എന്ത് തോന്നുന്നു അങ്ങേ ഈ പറഞ്ഞ പോലെ ഒരു ജയിച്ചതിൻ്റെ പൂർണ്ണ ആഹ്ലാദം നൽകാത്ത ഒരു തെരഞ്ഞെടുപ്പ് വിധി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല ചരടുവലികളും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള നരേറ്റീവ്സും വരുന്നുണ്ട്. പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടതുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം സീക്കിംഗ് ദ ട്രൂത്ത് എന്ന് പറയുന്ന പ്രോഗ്രാം തത്വമായി നടത്തുന്നത് ഇതിനൊരു സവിശേഷതയുണ്ട്. വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കഴിയുന്നത്ര നിർവികാരമായിട്ട് തന്നെ വിശകലനം ചെയ്യുന്ന സംവിധാനം നമ്മുടേത്. അത് എല്ലാവർക്കും, കേൾക്കുന്നവർക്കും സംസാരിക്കുന്നവർക്കും പോലും പുതിയ കണ്ടെത്തലുകൾക്ക് സമയം തരുന്നു. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ വിശകലനത്തിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നരേന്ദ്രമോദി വീണ്ടും ഒരു വിജയം ഉറപ്പിച്ചു കഴിഞ്ഞപ്പം ലോകരാഷ്ട്രങ്ങളിലെ ഇതുവരെ കുറ്റപ്പെടുത്തിയ മാധ്യമങ്ങള്, ചില റൈഡറൊക്കെ ചേർത്തിട്ടാണെങ്കിൽ പോലും അവരൊക്കെ തന്നെ മോദിയെ അനുമോദിക്കുമ്പം, മോദിയുടെ വരവിന്റെ പ്രത്യേകതകളെ കുറിച്ച് എടുത്തു പറയുമ്പം ഒരു കാര്യം നമ്മൾ ഓർക്കണം. പ്രതീക്ഷിച്ചത്ര ശരിയാണ്, പ്രതീക്ഷിച്ചത്ര ഒരു വിജയം ഉണ്ടായിട്ടില്ല. 100% മാർക്ക് പ്രതീക്ഷിച്ച് പരീക്ഷയ്ക്ക് പഠിച്ച വിദ്യാർത്ഥിക്ക് ഒരു 80% ആയിപ്പോയതിൻ്റെ ഒരു ദുഃഖം അത് അങ്ങിപ്പോൾ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. അതുണ്ട്. എങ്കിലും ആ 80% എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, തോൽവിയല്ലല്ലോ, വിജയം. മാത്രമല്ല നേരിട്ട ശക്തികൾ, അതാണ് ആദ്യം കണക്കാക്കേണ്ടത്. ആംസ് ലോബി, ആത്മനിർഭര ഭാരതം വന്നതോട് കൂടിയിട്ട് ഭാരതത്തിൽ സ്വന്തമായിട്ട് ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്നില്ല ഇൻഡസ്ട്രിയെ വളർത്തിയാൽ അതിന്റെ നഷ്ടം സംഭവിക്കാനിടയുള്ള ഇന്റർനാഷണൽ ലോബി, ഫാർമസി ലോബി, അതുപോലെ വ്യാവസായികമായി മറ്റു പല താല്പര്യക്കാര്, വിദേശ ഫണ്ട് ലഭിച്ച് ചൈന അവരുടെ വ്യാവസായികമായ താല്പര്യങ്ങൾ തന്നെ എടുക്കും. അമേരിക്ക, ജോർജ് സൊറോസ്, പാകിസ്ഥാൻ, ഇങ്ങനെയുള്ള ശക്തികളെല്ലാം ശ്രദ്ധാപൂർവം അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് വെല്ലുവിളികൾ ഉയർത്തിയപ്പം അതിന് സഹായകരമായി ഭാരതത്തിനുള്ളിലെ സോണിയ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം വർഗീയവാദികളും മതപരിവർത്തനവാദികളൊക്കെ ശ്രമിച്ചതിലൊക്കെ അപ്പുറമായിട്ട് മറ്റൊരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ വിഷ്വൽ മീഡിയയെ പറയത്തില്ല, പ്രിന്റ് മീഡിയ ഏതാണ്ട് പൂർണ്ണമായിട്ടും മോദിക്കെതിരെ വർക്ക് ചെയ്തവരാണ്. മറ്റൊന്ന് ഉത്തരവാദിത്തോടെ പറയുന്നു, കോടതി, ജുഡീഷ്യറിയിലെ നല്ലൊരു വിഭാഗം ഒരു മാറ്റം, അവർക്ക് അനുകൂലമായ ഒരു മാറ്റം ആഗ്രഹിച്ച് മോദിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൊണ്ട് ഒരു ഘട്ടത്തിലും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഏത് കമ്പാരിസനും ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ മറ്റു സന്ദർഭങ്ങളിലോ ഇവർ പറഞ്ഞതുപോലെ ഒരു മെഷീനറിയെയും ദുരുപയോഗം ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം ഇപ്പം മാപ്പ് ചോദിക്കേണ്ട ആവശ്യമുള്ളത് ജയറാം രമേശിനാണ്. 180 ജില്ലാ കലക്ടർമാരെ വിളിച്ച് അമിത്ഷാ പറഞ്ഞു നുണയായിരുന്നു എന്ന് ആവർത്തിച്ച് മുട്ട കുത്തി എന്ന് പറയേണ്ട അവസരമാണ് ഇന്ന് ജയറാം രമേശിനുള്ളത്.
ഇത്തരം കുറേ നുണകളുടെയും കുറേ ഫോൾസ് നാരേറ്റീവിൻ്റെയും ഒരു ഭണ്ഡാരം ആണ് മുമ്പിൽ വെച്ചിട്ടാണ് ഇവരെല്ലാം മോദിയെ നേരിട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അമിത്ഷായുടെ ഒരു AI ജനറേറ്റഡ് വീഡിയോ പിന്നെ നമ്മളെല്ലാം കണ്ടതുപോലെ ഇസ്രായേലിൽ നിന്നൊരു വാർത്തയുണ്ടല്ലോ, അന്തർദേശീയ തലത്തിൽ ഈ പുതിയ ഈ AI ഉപയോഗിച്ചുകൊണ്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രിയേഷൻസ് ഒക്കെ നടത്തി മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതൊക്കെ അത് നമുക്ക് വേറൊരു വിഷയമാണ്, ഡീറ്റെയിൽഡ് വിഷയമാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു കാര്യം, നേരിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പം നടത്തുന്ന ശ്രമമാണ് കൂടുതൽ പ്രധാനം. ഇപ്പോൾ നടത്തുന്ന ശ്രമം എന്താണ്? ഒരു ഘട്ടത്തിൽ ഇത്രയും ശ്രദ്ധേയമായൊരു വിജയം, ആ നേടിക്കഴിഞ്ഞ വിജയത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തണം. തുടർ മത്സരങ്ങൾ ഇനി വരാൻ പോകുന്ന ഘട്ടങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്നവരെ പോലും അകറ്റണം. അതിനുള്ള മാധ്യമങ്ങളെയും മറ്റ് സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള അഭ്യാസമാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്കിതിനകത്ത് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ജോർജ് സോറോസ് മുതൽ ഈ പറയുന്ന ഫാമ ലോബി, ആയുധ ലോബിയൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് അല്ലെങ്കിൽ BJPക്ക് ഏറ്റ ഒരു പ്രഹരത്തിനൊരു കാരണം, അല്ലെങ്കിൽ ഒരു പുറമോട്ട് പോക്കിനൊരു കാരണം RSS ആണ് എന്നുള്ള നിലയിലൊരു വലിയ നരേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായ BJPയുടെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അതിൽ RSSനെ പോലെ ഒരു പ്രസ്ഥാനത്തെ വലിച്ചിടുന്നത് തന്നെ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അതിനപ്പുറം RSS പ്രോ ആക്റ്റീവായിട്ട് മോദിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ഒരു നരേറ്റീവ് നമ്മൾ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് അത്തരം നരേറ്റീവ്സ് കൊണ്ടുവരുന്നത്. അത് വളരെ വിചിത്രമായൊരു ആരോപണമാണ്. അവിടെ നമ്മൾ കാണേണ്ടത് വളരെ ചെറിയൊരു ഉദാഹരണം, ക്രിക്കറ്റിൻ്റെ ആണെങ്കിലും ഫുട്ബോളിൻ്റെ ആണെങ്കിലും കോച്ചാണ് ടീമിനെ തോൽപ്പിച്ചത് പറയുന്ന പോലെ. ഇത് കോച്ചിന് അബദ്ധം പറ്റാം, പക്ഷെ കോച്ച് ബോധപൂർവം ടീമിനെ തോൽപ്പിച്ചെന്ന് പറയുന്നത് അത് മറു ടീമിൻ്റെ തന്ത്രമാണെന്ന് ഞാൻ പറയുള്ളൂ, അടുത്ത കളികൾ കണക്കാക്കി. ഇനിയും അതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ സീക്കിംഗ് ട്രൂത്തിൻ്റെ ഇതിന് മുമ്പത്തെ ഒരു എപ്പിസോഡ്, തൊട്ട് മുമ്പുള്ളത്, ആ എപ്പിസോഡിന്റെ ലിങ്ക് നമുക്ക് ഈ കമന്റ്സിൽ കൊടുത്താൽ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് പറഞ്ഞാല് RSSന് ഇപ്പൊ ഞാൻ രണ്ടുപേരുടെ കാര്യം പറയാം, അടുത്ത ഞാൻ കേട്ട രണ്ട് കാര്യം പറയാം. ഒന്ന്, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പക്ഷത്ത് നിന്ന് പറയുന്ന ആശയ സംവാദങ്ങളിൽ ഏർപ്പെടുന്ന ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന TG മോഹൻദാസ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതിനകത്ത് അദ്ദേഹത്തെ പോലെ ആളിൽ നിന്ന് ഈ സന്ദർഭത്തിൽ ഉണ്ടാവണമോ എന്നെനിക്ക് സംശയമുള്ള ഒരു പരാമർശമുണ്ട്. ഞാനത് പറയും. അത് പറഞ്ഞത് റിസൾട്ട് പ്രതീക്ഷിച്ചതുപോലെ വരാത്തത് കൊണ്ട് നരേന്ദ്രമോദി മാറിക്കൊടുത്ത് ഒരു മാതൃക കാട്ടണം, മാന്യത കാട്ടണം എന്ന് ആവശ്യപ്പെട്ടു. ഞാൻ കേട്ടില്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അതിന് അദ്ദേഹം പറഞ്ഞൊരു ന്യായം എന്ന് പറയുന്നത്, മാർഗരറ്റ് താച്ചർ ഇംഗ്ലണ്ടിലെ ഇലക്ഷന് അവർ 2 പ്രാവശ്യം ജയിച്ചു. 3ാമത്തെ പ്രാവശ്യം അവരെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആലോചന വന്നപ്പോൾ അവരുടെ പാർട്ടിക്കുള്ളിൽ, ഞാനത് സ്ട്രെസ് ചെയ്ത് പറയുന്നു, അവർക്ക് എതിരായിട്ട് വേറൊരാൾ ഉയർന്നു വന്നു. എനിക്ക് അവസരം വേണമെന്ന് ആവശ്യപ്പെട്ട പേര് ഞാൻ മറന്നുപോയി. മത്സരത്തിൽ അദ്ദേഹത്തിന് 72 വോട്ട് കിട്ടി, മാർഗരറ്റ് താച്ചർക്ക് 74 വോട്ട് കിട്ടി. അദ്ദേഹത്തിന് കുറവായിരുന്നു. പക്ഷെ എന്നിട്ട് മാർഗരറ്റ് താച്ചർ പറഞ്ഞു, ധാർമ്മികമായ വിജയം നിങ്ങളതാണ്, ഞാൻ 2 ടേൺ ഭരിച്ചു കഴിഞ്ഞാൽ എന്നോട് മത്സരിച്ച് നിങ്ങൾക്ക് ഇത്ര വോട്ട് കിട്ടിയതുകൊണ്ട് യു ബി ദ കാൻഡിഡേറ്റ്, യു ബി ദ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ബ്രിട്ടൻ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ലല്ല, സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് താച്ചർ തന്നെ വീണ്ടും വരണമെന്ന് ഏതൊരു സ്ഥാനാർത്ഥിയും പറഞ്ഞു. ഈ ഒരു ഔപചാരികമായ മാന്യത മോദി കാണിക്കണമെന്നാണ് മോഹൻദാസ് സജസ്റ്റ് ചെയ്തത്. ഞാനതിനോട് യോജിക്കുന്നില്ല. അതിന് 2 കാര്യമുള്ളത്. ഒന്നാമത് എന്നാന്ന് പറഞ്ഞാൽ 74 സീറ്റ് കൺസർവേറ്റീവ്സിനും 72 സീറ്റ് ലേബർ പാർട്ടിക്കും കിട്ടിക്കഴിഞ്ഞൊരു സാഹചര്യത്തിൽ MP-മാരുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇത് മാർഗരറ്റ് താച്ചർ പറഞ്ഞെങ്കിൽ പിന്നെയും മനസ്സിലാക്കാം. ഇന്റേണലാണ്. അത് തന്നെയല്ല, അതൊക്കെ അതിനകത്തൊക്കെ അപ്പുറമായിട്ട് ഭാരതത്തിൽ അങ്ങനെ ഒരു വഴി ശ്രമിച്ചു നോക്കിയാൽ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുക, രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ പറഞ്ഞതുപോലെ മോദി വന്നാലല്ല ഭരണഘടന തകരാൻ പോകുന്നത്. ഇപ്പോഴൊന്ന് വിട്ടുകൊടുത്തു പോയെങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഭാരതത്തിൽ ഉണ്ടാവാതെ ഇന്ദിരാഗാന്ധി ചെയ്ത പോലെ അടിയന്തരാവസ്ഥ
ആ തരത്തില് ഒരു ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭരണം ഭാരതത്തിൽ കൊണ്ടുവരുവാനും ഭാരതത്തിന്റെ ചരിത്രം മാറ്റുവാനും സോണിയ എന്ന വിദേശ വനിതയും അവരുടെ മകനായ രാഹുലും വിദേശ ശക്തികളുടെ കളിപ്പാവകളായ മറ്റുള്ളവരും തയ്യാറാകുമെന്ന് ബലമായി വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്ത് അങ്ങനെ ചെയ്യരുതെന്നൊരു പക്ഷം എനിക്കുള്ളത്. ഇനി അതൊരു യുവ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് പ്രോഗ്രാമിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു പരിധിവരെ RSS ആരെയും വളരാൻ സമ്മതിക്കത്തില്ല. ആരെ ആയാലും അങ്ങനെ വളരാതിരിക്കാൻ വേണ്ടി മോദിയുടെ പ്രഭാവം വർദ്ധിക്കുന്നത് കണ്ടപ്പം അതിനെ തകർക്കാൻ വേണ്ടി ചെയ്തതാണ്. താമസിക്കാതെ നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കാനാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയത് കേട്ടപ്പം. ഇതൊക്കെ പകുതി കാര്യങ്ങൾ അറിഞ്ഞിട്ട് പറയുന്നതാണ്. അങ്ങ് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. 2019 ഇലക്ഷനും നിതിൻ ഗഡ്കരിയുടെ കാര്യത്തിൽ ഇതുപോലെ ഒരു വാർത്ത ഇടയ്ക്ക് പ്രചരിച്ചിരുന്നു. നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ പാർട്ടി പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ സംഘത്തിൻ്റെതായ വഴിയുണ്ട്. മുന്നോട്ട് പോകുന്ന ഒരാളിനെ പിന്നിൽ നിന്ന് പിടിച്ചിട്ടല്ല, കൃത്യമായി അല്ലാതെ. RSS ആരെയും വളരാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്തെ സമസ്ത മേഖലകളിലും വളർന്നു വന്നിട്ടുള്ള ഐക്കൺസ് RSSന്റെ സൃഷ്ടിയല്ലേ? അത് സംശയിച്ചിട്ട് കാര്യമുണ്ട്. പിന്നെ രാഷ്ട്രീയം മാത്രമല്ലല്ലോ, ഓരോന്നിനും ഓരോ രീതിയുണ്ട്. അതിനപ്പുറമായിട്ട് ഒരു കാരണവശാലും ഇവർ ഈ പറയുന്ന ഒന്നും ശരിയല്ല. തന്നെയല്ല, വ്യക്തമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇവിടെ വേറൊരു വലിയ അജണ്ടയുണ്ട്. ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി ഇപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ ദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഡോക്ടർ സുബ്രഹ്മണ്യ. നേതൃത്വമല്ല, ഇടപെടുന്ന ആളാ. എങ്ങനെങ്കിലും മോദിക്കെതിരെ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞൊരു കാര്യമുണ്ട്. രാജീവ് ഗാന്ധിയെ LTTക്കാർ കൊന്നു കഴിഞ്ഞ ഉടൻ തന്നെ TN ശേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ചെയ്തത് LTTക്കാരല്ല എന്നൊരു നറേറ്റീവ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന്. അപ്പൊ ഇപ്പൊ നടക്കുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞ ശക്തികളുണ്ടല്ലോ, വൈദേശിക ശക്തികൾ, ജോർജ് സോറസ് ഉൾപ്പെടെയുള്ളവർ, അവരല്ല ഇത് ചെയ്തത്. RSS ചെയ്താണെന്നൊരു പ്രചരണം കൊടുത്തുകൊണ്ട് കൊണ്ടുവരിക. ഒരുപക്ഷെ അത് വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. കാരണം ശ്രദ്ധ മാറ്റുക ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെക്കുറിച്ച് ഈ ഉദ്ദേശിച്ചത്ര 400 ഒരു 320 വരെ വരും വരത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും ഞാനും കരുതിയത് ഒരു 320, 350, 360 ബെസ്റ്റ് സിനേറിയോ, ഇതാണ് ഞാനും കരുതിയത്. എന്റെ ചോദ്യം അവിടെയല്ല. എന്താ അങ്ങനെ സംഭവിച്ച യഥാർത്ഥ കാരണം കൂടെ നോക്കണമല്ലോ. യഥാർത്ഥ കാരണങ്ങൾ ഇപ്പൊ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അത് കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്തു. ഈ ജോർജ് സോറോസ് ഉൾപ്പെടെ കേട്ടോ, നമ്മൾ ഈ തത്വമയിൽ തന്നെ RP തോട്ട്സിൽ ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് പറയുന്നുണ്ട് ജോർജ് സോറോസ് പണി തരുന്നതിനെ കുറിച്ച്. ഞാൻ പറയുന്നത് ഇത്രയും വലിയൊരു സംഘം അപ്പുറത്ത് നിൽക്കുമ്പോൾ അതിജീവിച്ചത് തന്നെ ഭാഗ്യമെന്ന് കരുതുന്ന ആളാണ് ഞാനത് എഴുതുകയും ചെയ്തിരുന്നു. അപ്പോൾ അതൊരു വശത്തുണ്ട്. പിന്നെ മറുവശത്ത് മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ പറയുന്നത് പോലെ ഇവരുടെ ഒരു ക്യാമ്പയിൻ ശൈലി, പ്രതിപക്ഷ മുന്നണിയുടെ, ഇത് കള്ളത്തരങ്ങളുടെയും കള്ള വാഗ്ദാനങ്ങളുടെയും ഈ പറയുന്ന വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സാങ്കേതിക കാര്യങ്ങൾ ഉപയോഗിച്ചുള്ളതും ഒക്കെ ആയിരുന്നു. അപ്പോൾ മോദിയെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള ഒന്നിലേക്ക് ആ ഫോക്കസ് മാറി. അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ സാധിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് പറയുമ്പോൾ ആ കള്ള പ്രചരണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഏറ്റവും വലിയ കള്ളം പറഞ്ഞത് ഭരണഘടന മാറ്റാൻ പോകുന്നു, സംവരണം ഇല്ലാതാക്കാൻ പോകുന്നു. ആ ഭരണഘടനയും സംവരണത്തെ ലിങ്ക് ചെയ്തിട്ട് ഇന്ത്യൻ ഭരണഘടന മാറ്റാൻ പോകുന്നു. അത് രാഹുൽ ഗാന്ധി കാണിച്ചെടുത്ത് എറിയാൻ പോകുന്ന കാണിച്ചത്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ത്രോൺ അവേ. അങ്ങനെ ഒരു നറേറ്റീവ് കൊണ്ടുവന്നിട്ട് ആദ്യം നമ്മളൊക്കെ വിചാരിച്ചു ഇത് കണ്ട ആരാ വോട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല, അതിന്റെ കൂടെ പുറകെ പറഞ്ഞു മറ്റേ അമിത്ഷായുടെ ഈ കൃത്രിമ വീഡിയോ ഉണ്ടാക്കുക, ഇത് സംവരണം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. സംവരണം ഒരു വിഷയമാക്കിയെടുത്ത് അതിനുവേണ്ടി ഭരണഘടന ഇല്ലാതാക്കുന്ന പ്രചരണമാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷന്റെ ശരിക്കും പ്രചരണപരമായ ഈ റിസൾട്ടിന്റെ പ്രധാനപ്പെട്ട കാരണം. അതിനെ തുടക്കത്തില് പ്രതിരോധിക്കാൻ ഒരു പക്ഷേ അതിന് ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ. BJPക്ക് കഴിഞ്ഞ ലോകസഭയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ നിന്ന് 77 MP-മാരുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ MP-മാർ അവരുടെ വിഭാഗത്തിൽ നിന്നുള്ളത് BJPക്കാണ്. 29 പേരെ ഇപ്രാവശ്യം നഷ്ടമായി. അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ഭാഗത്തുനിന്ന് അവിടെ 9 പേരോ 10 പേരോ നഷ്ടമായിട്ടുണ്ട്. അപ്പൊ എത്ര ഇത്
40ഓളം നഷ്ടപ്പെട്ടതിന്റെ വഴി കണ്ടില്ലേ? അപ്പൊ പക്ഷെ വീട് വീടാന്തരം കയറിറങ്ങി സംവരണം നഷ്ടപ്പെടാൻ പോകുന്നത് കള്ളം പച്ച നുണ. യഥാർത്ഥത്തിൽ അവരാണ് ഈ സംവരണം മുസ്ലിങ്ങൾ കൊടുത്തുകൊണ്ട് സംവരണത്തിൽ വെട്ടിപ്പ് നടത്താൻ നോക്കിയത്. അവരാണ് ഇവരുടെ അവസരം കളയാൻ പോയത്. അതെ അതെ അതെ. ഈ ഒരു നെറേറ്റീവ് പ്രധാനമായി പങ്കുവഹിച്ചത്. മാത്രമല്ല 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാനൊന്ന് അങ്ങനെ അനുവാദം കൊണ്ട് കടക്കുക. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ഇലക്ഷൻ 25 സീറ്റുള്ള നോർത്ത് ഈസ്റ്റ് ആരുടെ കയ്യിലായിരുന്നു? 2019 ഇലക്ഷൻ, 2014 അങ്ങനെയല്ല, കംപ്ലീറ്റ് BJPയുടെ കയ്യിലായിരുന്നു. BJP ഭാഗത്തായിരുന്നു. ഈ ഇലക്ഷന് അവിടെ കാര്യമായ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ നഷ്ടത്തിന്റെ കാര്യം എന്ന് പറയുന്നത്, മണിപ്പൂരിൽ കലാപം ഉണ്ടാക്കി അവിടെ കൃത്യമായ ക്രിസ്ത്യൻ വർഗീയത വളർത്തിയെടുത്ത് മേഘാലയയിലും നാഗാലാൻഡിലും ആസാമിലും ഒക്കെ അതുപോലെ കൂടെ മുസ്ലിം വർഗീയതയും വളർത്തിയെടുത്തു നടത്തിയ ആ കുൽസിത ശ്രമത്തിന്റെ ഫലമാണ് അവിടെ വന്ന കുറവ്. ഇനി ഞാൻ വേറൊരു ഘടകം പറയാം. പലരും ചോദിക്കാറുണ്ട്, ഉത്തർപ്രദേശിലെ കാര്യം ചോദിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ ദേശീയ തലത്തിൽ ചെയ്തൊരു കാര്യമുണ്ട്. ഹിന്ദുവിനെ ഭിന്നിപ്പിക്കുക, ജാതിയുടെ പേരിൽ ഹിന്ദുവിനെ ഭിന്നിപ്പിക്കുക, മുസ്ലിമിനെ ഒന്നിപ്പിക്കുക. ഇതായിരുന്നു അവരുടെ തന്ത്രം അടിസ്ഥാനമായിട്ട്. തീർച്ചയായിട്ടും അത് ഉത്തർപ്രദേശിൽ അങ്ങേക്കറിയാം. ഉത്തർപ്രദേശിലെ ജനസംഖ്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങൾ? 18%. ഈ 18% തന്ത്രപരമായിട്ട് BJP തോപ്പിക്കാൻ പറ്റുന്നവർ വോട്ട് ചെയ്യുന്ന മനോഭാവക്കാരാണ് പൊതുവെ. അതിനെ ഇന്റൻസിഫൈ ചെയ്തെടുത്താണ് ഈ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും വിജയ രഹസ്യം. അവിടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അയോധ്യ ഫൈസാബാദ് മണ്ഡലം, അയോധ്യ ക്ഷേത്രം ഇരിക്കുന്നിടത്ത് അവിടെ BJPയുടെ സ്ഥാനത്ത് തോറ്റു. എന്താ കാര്യം? അവിടുത്തെ മുസ്ലിം ജനസംഖ്യ 28%, എൻ്റെ അറിവ്. അതുപോലെ തന്നെ അതിനോട് കൂടി 1-2 ജാതിയോ യാദവരോ അതാണ് പറയാൻ വന്നത്. ഈ 28% എന്തായാലും വിരുദ്ധമായിട്ട് ചെയ്യുള്ളൂ. അവരോടൊപ്പം ഒരു യാദവ സമൂഹമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയോ ചേർന്ന് കഴിഞ്ഞാൽ കാര്യം അറിയില്ലേ? അവിടെ അയോധ്യ ഇരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ജയിച്ചോണമെന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ ചോദിക്കാം, കേരളത്തിൽ ഉദാഹരണം ചോദിക്കാം. NSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത് ചങ്ങനാശ്ശേരി പെരുന്നേല, എൻ്റെ നാടാ. 1957 ഒരു ഇലക്ഷന് ഒരു കല്യാണ കൃഷ്ണൻ ജയിച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെ വളരെ വ്യക്തമാണ്. ഒരു നായരോ ഒരു ഹിന്ദുവോ ഒരു മുസ്ലിമോ ആരും ജയിച്ചിട്ടില്ല. അവിടെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ജയിച്ചിട്ടുള്ളൂ. ഇപ്പൊ 57 വരെ പോകണ്ട. ഇപ്പൊ ഗുരുവായൂരിലെ ഈ തെരഞ്ഞെടുപ്പിലെ ഉദാഹരണം തന്നെയുണ്ട്. ജയിച്ച സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ പോയ ഏക മുനിസിപ്പാലിറ്റിയോ ഏക അസംബ്ലി മണ്ഡലം ഗുരുവായൂരാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, 2-3 കാര്യങ്ങളുടെ പേരുണ്ട് UPയിലെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അങ്ങ് പറഞ്ഞ ഈ ഒരു കാര്യം വളരെ മതന്യൂനപക്ഷങ്ങൾ എപ്പോഴും വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ടല്ല, ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ടാണ്, അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. അത് കൃത്യമായി ഉറപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഇപ്പൊ അതിന്റെ ഒരു ഉദാഹരണം ഇടയ്ക്ക് കയറി ഞാൻ പറയാം. തൃശ്ശൂർ കണ്ടില്ലേ? തൃശ്ശൂർ എന്താ സംഭവിച്ചത്? അതെ, തൃശ്ശൂരെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. അല്ലെ, തൃശ്ശൂർ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ മതന്യൂനപക്ഷങ്ങളിൽ 2 കൂട്ടരോട് ഒന്നിച്ചിരിക്കുന്നതിന് പകരമായിട്ട് മുസ്ലിം ഉയർത്തുന്ന ഭീഷണിയെ ക്രിസ്ത്യൻ വിഭാഗം മനസ്സിലാക്കിയതാണ് സുരേഷ് ഗോപിയുടെ വിജയമായിട്ട് മാറിയതെന്ന് നാളെ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും. ഇന്ന് ചിന്തിച്ചില്ലെങ്കിലും. അപ്പൊ ഇനി UPയിലേക്ക് തിരിച്ചു വന്നാൽ, UP ആണല്ലോ പുറത്തെ ചർച്ച സംശയം. അപ്പൊ ഈ ഒരു സംഗതി, അതായത് മുസ്ലിം കൺസോളിഡേഷൻ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലൊക്കെ നല്ലപോലെ ഉണ്ട്. അധോലോകവും മുസ്ലിം കൺസോളിഡേഷനും ചേർന്നാണ് മഹാരാഷ്ട്ര പൊളിറ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അധോലോകവുമായി കൃത്യമായി ബന്ധമുള്ള ശരത് പവാർ നേതൃത്വവും. അതവിടെ നിൽക്കട്ടെ. UPയിലേക്ക് തിരിച്ചു വരുമ്പം ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കും. ഇപ്പൊ ചോദിക്കും, നേരത്തെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. അവിടെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആശയപരവും ആദർശപരവുമായ വിഷയങ്ങളുടെ പ്രാധാന്യം വരുന്നത്. അതെന്താന്ന് ചോദിച്ചാല്, 2022 UP ഇലക്ഷന് അവിടെ യോഗി ആദിത്യനാഥ് ഒരു വിഷയം ഉണ്ടാക്കിയിരുന്നു, ഒരു സംസാരം ഉണ്ടായിരുന്നു. ലടായി അസി അവർ 20 की आपस की लड़ाई 80% 20% മത്സരമാണെന്ന് പറഞ്ഞു. ഇത് ഖബറിസ്ഥാൻ അവർ ശ്മശാൻ ഘട്കെ ആപ്പസ് കി ലടായി എന്ന് പറഞ്ഞു. ശ്മശാനവും ഖബറിസ്ഥാൻ മത്സരം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതിനകത്ത് അതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ ഒന്നും വർഗീയതയൊന്നുമില്ല. ശ്മശാനമുള്ളിടത്തെല്ലാം മറ്റേതും വേണമെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ രണ്ടും വേണമെന്നേ പറഞ്ഞത്. അപ്പൊ ഈ അസി അവർ 20 की എന്ന് പറഞ്ഞപ്പോൾ ഡയറക്റ്റായിട്ട് ഹിന്ദു മുസ്ലിം എന്ന നെറേറ്റീവ് അവിടെ വന്നു. അത് വന്നിടത്ത് മുസ്ലിം വോട്ട് ചെയ്തു, ഹിന്ദുപക്ഷത്തുള്ളവരും പോയി വോട്ട് ചെയ്തു. ഹിന്ദുത്വം ഉൾക്കൊണ്ട് തന്നെ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്.
അതിൽ നിന്ന് മാറിയിട്ട് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് എന്ന് പറഞ്ഞതാണ് യു പിയിലെ മാത്രമല്ല ഭാരതത്തിലെ മൊത്തം ഇലക്ഷനും പുറകോട്ട് പോയിരുന്ന ഒരു കണക്കൂട്ടലുകാരാണ് ഞാൻ. അപ്പോ പ്രധാനമന്ത്രി വർഗീയത തന്നെ പറയണമെന്നായിരുന്നോ താങ്കൾ? വർഗീയതയല്ല അവിടെ ഞാൻ പറഞ്ഞ വർഗീയതയല്ല പറയുന്നത്. സബ്കാ സാത്ത് എന്ന് പറഞ്ഞ സ്വരമായിട്ട് മേ ദേശഭക്തോ കി സാത്ത് ദേശദ്രോഹിയോ കി ഖിലാഫ്, രാജ്യസ്നേഹികളോടൊപ്പമാണ്, രാജ്യദ്രോഹികൾക്കെതിരാണെന്നൊരു രീതിയിൽ പറഞ്ഞു പോയിരുന്നുണ്ടെങ്കിൽ രാജ്യദ്രോഹി പട്ടം സ്വയമായി എടുത്ത് തലയിൽ വെക്കുന്ന കുറേ ആളുകളുണ്ട്. അത് ഇലക്ഷൻ റിസൾട്ടിനെ മാറ്റിയേനെ പച്ചയായിട്ട് ഞാൻ പറയുകയാണ്. അതിനകത്ത് എനിക്ക് മടി പറയേണ്ട ആവശ്യമില്ല. പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള വലിയൊരു ആരോപണം അദ്ദേഹം ഈ ഇലക്ഷനിൽ പച്ചയായ വർഗീയത പറഞ്ഞു എന്നാണ്. ഇല്ല, അത് പറഞ്ഞ ഏത് സമയത്താ പച്ചയായ വർഗീയത മറ്റുള്ളവർ പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞു. ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കാണ് വികസനത്തിന്റെ ആദ്യത്തെ പങ്കെന്ന് പറഞ്ഞ മൻമോഹൻ സിംഗിന്റെ ആ ഫോർമുലയും പിടിച്ചെടുത്ത് നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ കയറി മറ്റുള്ള ഹിന്ദുവിന്റെ ഉൾപ്പെടെയുള്ളവരുടെ സമ്പത്ത് പിടിച്ചെടുത്ത് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞപ്പം കൃത്യമായി മനസ്സിലായി എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അത് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അവിടെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ വേറൊന്ന്, ഈ പറയുന്ന ഭാഗത്ത് ഒരു വലിയ പ്രശ്നമുണ്ടായി. 19 ഇലക്ഷനൊക്കെ ലാഭാർത്ഥികൾ പ്രയോജനപ്പെട്ടവരുടെ ഒരു വലിയ വിഭാഗം വോട്ട് ചെയ്തിട്ടുണ്ട്. അത് അന്നുകൊണ്ട് ഇന്നുമുണ്ട് അഭയാർത്ഥികളായിട്ട്. പക്ഷേ അഭയാർത്ഥികളല്ല, ലാഭാർത്ഥികൾ. വെൽഫെയർ സ്കീമിൽ എന്തെങ്കിലും കാര്യം വീടോ എന്തെങ്കിലും കിട്ടിയവര്. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഉത്തർപ്രദേശിൽ നിന്ന് കണ്ട ഒരു വാർത്തയാണ്. അതൊരു ആരുടെ ഒരു യൂട്യൂബ് പ്രോഗ്രാമിനകത്ത് ഒരു കമന്റ് വന്നതാ. രാംപൂർ എന്ന് പറഞ്ഞൊരു ബൂത്ത്, അവിടെ 2320 വോട്ടർമാരുണ്ട്. 100% മുസ്ലിംസാണ്. അവിടെ താമസം അങ്ങനെയാണല്ലോ അവിടുത്തെ. ആ വോട്ട് എടുത്തപ്പോൾ 2320 വിട്ട് കിട്ടിയത് BJP വിരുദ്ധന. താമരയ്ക്ക് ഒരു വോട്ട് പോലും ഇല്ല. ആ ബൂത്തിനകത്ത് 520 പേർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടു അത്. പിന്നെ എന്തെല്ലാം ചെയ്തു കൊടുത്താലും എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും ഇൻ എഫക്റ്റ് വോട്ട് ചെയ്യുമ്പോൾ അവർ തന്നെ പലപ്പോഴും പറയുന്നു. ഇതിനൊരു പരിഹാരം എന്തായിരിക്കും? പരിഹാരം ഞാൻ പറയുന്നത് അത് ഒരുപക്ഷെ ക്രൂരമാണെന്ന് ആരെങ്കിലും പറയുമായിരിക്കും. പ്രായോഗികമായിട്ട് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത് പോലെ ദാറ്റ് ഈസ് നോട്ട് പൊളിറ്റിക്കലി ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്, മോറലി കറക്റ്റ്. പക്ഷെ പൊളിറ്റിക്കലി അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്ന് പറയുന്നത് ടാർഗറ്റ് ചെയ്ത് മാത്രം ചെയ്യുക. ടാർഗറ്റ് ചെയ്ത് മാത്രം. അതെങ്ങനെ ടാർഗറ്റ് ചെയ്യുക? പ്രയോജനം കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് വെൽഫെയർ സ്കീം ടാർഗറ്റ് ചെയ്ത് ചെയ്യുക. ഞാനത് അവിടെ അവസാനിപ്പിക്കുക. ഐ ഗോട്ട് മൈ ഓൺ ഐഡിയ അബൌട്ട് ഇറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്കസ് ദാറ്റ്. കറക്റ്റായിട്ട് ഇസ്രായേലിലെ ഇറിഗേഷൻ പോലെ. ഓക്കെ, നമുക്കത് അവിടെ വിടുക. തീർച്ചയായിട്ടും. രാജശേഖരൻജി, എന്തായാലും ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇതുവരെ 10 വർഷം BJP 2014 മുതൽ ഭരിച്ച ആ ഒരു സാഹചര്യമല്ല. ഇപ്പോൾ മുന്നണികളുടെ സഹായം വേണം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ മോദിക്കും BJPക്കും സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സാധിക്കില്ലെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അടൽ ബിഹാരി വാജ്പേയിക്ക് ഇത് കഴിഞ്ഞില്ലേ? 5 വർഷവും കഴിഞ്ഞു സുഖമായിട്ട്. PV നരസിംഹറാവുവിന് 232 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. മുന്നണിയില്ലായിരുന്നു, മൈനോറിറ്റി ഗവൺമെന്റ് ആയിരുന്നു. ഭരിക്കാൻ കഴിഞ്ഞില്ലേ? പുറത്തുനിന്ന് 5 കൊല്ലം ഭരിക്കാൻ കഴിഞ്ഞു. അത് കുറച്ചുള്ളവരെയൊക്കെ വിട്ടാര് കഴിഞ്ഞില്ലേ? പിന്നെ 400 ചില്ലുവാനോ സീറ്റ് ജയിച്ച സീറ്റ് ഉണ്ടായിരുന്നതാണ് രാജീവ് ഗാന്ധിക്ക്. ആ രാജീവ് ഗാന്ധിക്ക് അടുത്ത ഇലക്ഷൻ എത്ര? 196. ഇത് 10 വർഷം ഭരിച്ചിട്ട് ഈ വെല്ലുവിളി എല്ലാം നേരിട്ടിട്ട് ഈ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് ചെറിയ ഒരു കുറവ്, 30 സീറ്റിന്റെ കുറവ് വന്നിരിക്കുന്നത്. ഈ കോൺഗ്രസ് തന്നെ 2004 മുതൽ 2014 വരെ ഭരിച്ചിട്ട് അടുത്ത ലോക്സഭയിൽ അവർക്ക് കിട്ടിയത് എത്ര സീറ്റാണ്? 44 സീറ്റാണ് കിട്ടിയത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കിയാൽ ഇതൊരു പരാജയമൊന്നോ അല്ലെങ്കിൽ ഒരു കുറവെന്നോ പോലും കരുതാനില്ല. ഒരു കാര്യം ഓർത്ത് നോക്കുന്നു. 2004 ഇലക്ഷന് ശേഷം BJPയുടെ സീറ്റ് നമ്പർ 138 ആയിരുന്നു. 2004 വാജ്പേയി സർക്കാർ 100 കഴിഞ്ഞിട്ട് കോൺഗ്രസ് 145 ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷെ അത് കോൺഗ്രസ് ഭരണമായിട്ടാണ് ഇപ്പൊ അന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് 60 മറ്റോ സീറ്റ്. മറ്റോ സീറ്റുണ്ട്. അതെ അതെ. അടുത്ത 2009 ആയപ്പോഴത്തേക്ക് തമ്മിൽ തല്ലി അത് 16 കുറഞ്ഞു. അത് വേറെ കാര്യം. അതെ അതെ. അപ്പൊ കൃത്യമായിട്ടും കൂട്ടുകക്ഷി മുന്നണി ഭരിക്കുന്നതിനുള്ള കെൽപ്പുണ്ട്. പക്ഷെ പലർക്കും ഉള്ള ഒരു സംശയം, കൃത്യമായ ബോധ്യത്തോടെ കൃത്യമായ പ്രയോറിറ്റീസിനോട് കൂടിയാണ് ഈ 10 വർഷം ഭരിച്ചത്. അതിൽ കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല. ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുമുണ്ട്. അതുപോലെ സ്വതന്ത്രമായിട്ട് ചെയ്യാൻ എന്തായാലും പറ്റില്ലല്ലോ. അപ്പോൾ ഈ പ്രയോറിറ്റീസിന്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവുമോ, വേഗത കുറയുമോ, ഒരു സംശയമാണ്. ഞാൻ അതിനകത്ത് 2 കാര്യം പറഞ്ഞോട്ടെ. ഒന്നാമത് തന്നെ എല്ലാവരും ഇത് ഹിന്റ് ചെയ്യുന്നത് നിതീഷ് കുമാറിനെയും മറ്റേ നമ്മുടെ ചന്ദ്രബാബു നായിഡു, ഇവർ രണ്ടുപേരുടെയും ന്യായമായ 2 ആവശ്യങ്ങളുണ്ട്. അവർ പറയുന്ന അവർക്ക് വികസനത്തിന് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ആന്ധ്രയ്ക്കും വേണം, ബീഹാറിനും വേണം. അത് പറഞ്ഞതിൽ ന്യായമുണ്ട്. ബീഹാർ വിഭജിച്ച് ജാർഖണ്ഡ് പോയപ്പോഴത്തേക്ക് ആ സംസ്ഥാനത്തിൻ്റെ റവന്യൂ കുറഞ്ഞു. തെലങ്കാന വിഭജിച്ച് പോയി ആന്ധ്രാപ്രദേശിനും അവരുടെ റവന്യൂ കുറഞ്ഞു. ആ റവന്യൂ കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പുനഃസൃഷ്ടിക്ക് വേണ്ടി പാക്കേജ് നേരത്തെ ഓഫറുള്ളതാണ്. തീർച്ചയായിട്ടും അത് കൊടുത്തിട്ടില്ല, അത് കൊടുക്കാൻ പറഞ്ഞു. അവിടെ വരെ ശരി, അത് കൊടുക്കും. കാരണം അത് കൊടുക്കാനുള്ള കെൽപ്പ് ഗവൺമെന്റ് ഇപ്പോൾ സാമ്പത്തിക ഭദ്രത ഉണ്ട്, താനും കൊടുക്കും. അതേ സമയത്ത് ബാക്കി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ വെറുതെ വാർത്ത പറയുന്നതാണ്. അവർ 4 ക്യാബിനറ്റ് ചോദിച്ചു. 5 മെമ്പർമാരുള്ള ചിരാഗ് പാസ്വാന്റെ പാർട്ടി 4 ക്യാബിനറ്റ് റാങ്കും 1 ക്യാബിനറ്റ് റാങ്കും 2 മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റും ചോദിച്ചെന്നാണ് പത്രത്തിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ കേട്ടതാണ്. ഒരാൾ പറഞ്ഞു കേട്ടോ, ചിരാഗ് പാസ്വാൻ വേറെന്ന് പറഞ്ഞെന്നാ പറഞ്ഞ്, ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടേണ്ടതും കൂടെ വേണമെങ്കിൽ കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും സ്വതന്ത്രന്മാരെ വല്ലതും പിടിച്ചോ, ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞെന്നാ പറയുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അത് ഞാൻ പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പം അങ്ങ് ചോദിച്ചൊരു ചോദ്യത്തിനകത്ത് വിരളമായ ഉത്തരവുണ്ട്. ഇത് എന്ത് പ്രോഗ്രാമാണ് മുന്നോട്ട് വെക്കാൻ പോകുന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പ്രതിരോധം ശക്തിപ്പെടുത്താൻ പോവുക, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വേണ്ടാന്ന്? നമ്മുടെ വ്യാവസായിക വളർച്ച ത്വരിതപ്പെടുത്തുകയാണ്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വേണ്ടാന്ന്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് രാജ്യം മുഴുവൻ റോഡിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ആരെങ്കിലും പറയുമോ വേണ്ടാന്ന്? ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കുക, അത് ഏറ്റവും പൊളിറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്തൊരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ തീരെ കുറച്ച് പരസ്യമായിട്ട് ഏതെങ്കിലും ഏതെങ്കിലും പാർട്ടിക്കാരനെ എതിർക്കുമോ? അപ്പൊ എവിടെയാണ് ഫോക്കസ് കൊടുക്കുന്നുള്ളതും എന്താണ് ചെയ്യാൻ പോകുന്നതിന് അടിസ്ഥാനിച്ചിരിക്കും. അത് എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യേണ്ടെന്നും ഏത് തൽക്കാലം മാറ്റി വെച്ചാലും കുഴപ്പമില്ല. എക്സാമ്പിൾ പറയാം, യൂണിഫോം സിവിൽ കോഡ് ചിലപ്പോൾ മാറ്റി വെക്കുമായിരിക്കും. 1 country 1 election മാറ്റി വെക്കണം നിർബന്ധമൊന്നുമില്ല. അതേ സമയത്ത് തന്നെ ഒരൊറ്റ വോട്ടർ കാർഡ് പാർലമെന്റിനും പഞ്ചായത്ത് വരുന്ന സംവിധാനം അത് കൊണ്ടുവന്നൊന്നും വരാം. അപ്പോൾ ഈ വെക്കുന്ന ഓരോ പ്രോജക്റ്റ് പോലെ ഇരിക്കും മുന്നോട്ടുള്ള പോക്കിൻ്റെത്. ഒരു കാര്യം മനസ്സിലാക്കണം, 2014 നരേന്ദ്രമോദിക്ക് ഭാരതത്തെ നരേന്ദ്രമോദിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പം ഉണ്ടായിരുന്നൊരു സാമ്പത്തിക അവസ്ഥയും സാഹചര്യവും അല്ല ഇന്നുള്ളത്. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പോലും ആ ഒരു നിലയല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ ഭാരതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ 2010 കൊല്ലം കൊണ്ട് 2014 തൊട്ട് 24 കൊണ്ട് ഭാരത് ശക്തമായ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കി. ഞാൻ അങ്ങയോട് ചോദിക്കുന്ന അതിൽ ഒരു സ്ലോ ഡൗൺ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഉണ്ടാവില്ല. അത് ഉണ്ടാവാതെ പോകുമ്പോഴാണ് ഈ കൂടെ നിൽക്കുന്നവര് ഒന്നുകിൽ അവർ കമ്പൽഷൻ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഴിമതിക്കെതിരെ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് തിരിച്ചിരിക്കാൻ പറ്റില്ല. ഒന്നുകിൽ കമ്പൽഷൻ കൊണ്ട്, അല്ലെങ്കിൽ അവർ മാനസികമായി ഐക്യപ്പെട്ട്. ഇന്നലത്തെ ആ ഒരു പ്രമേയം വായിച്ച് തന്നെ അറിയാം, അവരെല്ലാം വികസിത ഭാരതത്തിനുള്ള കൺസെപ്റ്റാണ്. അപ്പൊ വികസനത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നോ പറയില്ല. പിന്നെ ഒരു കാര്യം എടുത്ത് ഞാൻ പറയാം, ഇവരെല്ലാം പറയുന്നൊരു വേറൊരു കാര്യമുണ്ടല്ലോ, ഈ നിതീഷ് കുമാർ കാലുമാറുന്ന ആളാണ്. അവിടെ ഒരു കാര്യം, നിതീഷ് കുമാറിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. BJPയുടെ കൂടെ നിന്നിട്ടുള്ളപ്പോഴും എതിർത്ത് നിന്നിട്ടുള്ളപ്പോഴും NDAയുടെ ഭാഗമായപ്പോഴും ലല്ലു പ്രസാദിന്റെ ഭാഗമായപ്പോഴും ഏതെങ്കിലും ഒരു അഴിമതി ആരോപണങ്ങൾക്ക് വന്നിട്ടില്ല. ആ ഒരു കാര്യത്തിൽ അതുകൊണ്ടാണ് അങ്ങേര് രാഷ്ട്രീയ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങേർക്കെതിരെ വന്ന ഒരേ ഒരു ബ്ലാക്ക് മാർക്ക് ഇതാണ്. കൺസിസ്റ്റൻസി പൽട്ടൂറാമാണെന്ന് പറഞ്ഞിട്ട് എന്നാ പറയുന്നത് കാര്യം മാറും. ആ ഒരു സംഗതി പറഞ്ഞു കഴിയുമ്പം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം മറ്റു ജീവിതം നമുക്ക് പറയാൻ പറ്റില്ല. ഏതാണ്ട് എൻഡിലോട്ട് എടുക്കുക.
ഈ സമയത്തിൽ വീണ്ടും ഒരു പൽട്ടൂറാവാൻ വേണ്ടി നിതീഷ് കുമാർ തയ്യാറാവും. ഒരുപക്ഷെ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് യശസ്സോട് അദ്ദേഹം വളരെ കൃത്യമായി കംഫർട്ടബിൾ ചന്ദ്രബാബു നായിഡു അത് തന്നെയാ. ചന്ദ്രബാബു നായിഡുവിന്റെ കഴിഞ്ഞ കാല ചരിത്രം എൻ ടി രാമറാവുവിനെ ഉൾപ്പെടെ ചതിച്ചതിന്റെ ഒരു ഇതുണ്ട്. രാമറാവു അതുപോലെ തന്നെ ജഗൻമോഹൻ റെഡ്ഡിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അനുഭവം അദ്ദേഹം മറന്നിട്ടുണ്ടാകാൻ വഴിയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർ രണ്ടുപേരും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഇവരെ ഇങ്ങനെയാന്ന് പറയുമ്പോൾ അപ്പുറത്തേക്കുന്ന ശരത് പവാറോ സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കിയതിന്റെ പേര് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളങ്ങനെ. ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി. ഈ പ്രതിപക്ഷ ഐക്യം 2029 വരെ ഇതുപോലെ നിലനിൽക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? 29 വരെയോ? ഞാൻ 2024 ഡിസംബർ ഇപ്പം തീരും. ഞാൻ വെറുതെ പറയല്ല. ഇപ്പം ഡൽഹിയിലെ ഇലക്ഷൻ വരാൻ പോവുക ഈ വർഷം തന്നെ. ഹരിയാനയിലെ ഇലക്ഷൻ വരാൻ പോവുക. യു പി വരുന്നില്ലേ? യു പി ഇലക്ഷൻ 2027 വരുന്നത്. 22 കഴിഞ്ഞ ഇലക്ഷൻ. 22 കഴിഞ്ഞു. ശരിയാ. ഇതൊക്കെ തന്നെ ഇവർക്ക് പരസ്പരം തരാനുള്ള സന്ദർഭമല്ലേ? തന്നെയല്ല മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. തൽക്കാലം ഒരു നേട്ടം ഉണ്ടാകുമെന്ന് കരുതി ഒന്നിച്ചു നിന്ന തട്ടിക്കൂട്ട് മുന്നണിയായത്. അതായത് അധികാരത്തിന്റെ ശീതളഛായയ്ക്ക് പുറത്തു നിന്ന കാലത്ത് അധികാരത്തിന്റെ പ്രയോജനം കിട്ടാഞ്ഞതിന്റെ പേരില് പല പരാതികളും വെച്ചുകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് പിടിച്ചകത്തിടുമെന്ന് ബോധ്യമായപ്പം പിണറായി വിജയനാണെങ്കിലും കേജ്രിവാൾ ആണെങ്കിലും അതുപോലെ മറ്റു പലരും സോണിയാഗാന്ധിയും റോബർട്ട് വധേരയും ഇവരെല്ലാവരും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു വഴി അന്വേഷിച്ചാണ് ഇവർ ഈ തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. INDI എന്ന് പറയുന്നത്. അത് ഈ ഒരു വർഷം ഗവൺമെന്റ് ഓരോരുത്തരെ പിടിച്ചു കഴിയുമ്പം അത് പക്ഷെ ചെയ്യണം. റോബർട്ട് വധേരയും വിടരുത്, പിണറായി വിജയനും വിടരുത്, ഈ പറയുന്ന അഴിമതിക്ക് വേണ്ടി മാർക്ക് ചെയ്യപ്പെട്ട DK വിജയകുമാറിനെ സ്പെയർ ചെയ്യരുത്. അങ്ങനെ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പം അവരെ സഹായിക്കാൻ വേണ്ടി ആരും ഉണ്ടാകത്തുമില്ല. അത് INDI മുന്നണിയുടെ അവസാനത്തിനും NDA ദേശീയ പക്ഷ മുന്നണിയുടെ ശക്തിപ്പെടുത്തലിന് സാഹചര്യം ഉണ്ടാകും. അത് വേണ്ടെന്ന് അങ്ങനെ ഒരു അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി രാഷ്ട്രീയ സ്വയംസേവക സംഘവും തടസ്സം പറയില്ല, മുന്നണിയിലെ മറ്റു കക്ഷികളും പറയാൻ പറ്റത്തില്ല. കൃത്യമായും മോദിയുടെ അജണ്ട അത് ഭാരതത്തിന് മുന്നോട്ടുള്ള പോക്കിൽ വിജയകരമായി തന്നെ അവസാനിക്കും. അങ്ങനെ തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. 2024 നടന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അധികാരം നഷ്ടപ്പെട്ട് പെരുവഴിയിലായ ഒരു കൂട്ടം രാഷ്ട്രീയക്കാർക്ക് അധികാരം തിരിച്ചു പിടിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നില്ല. മറിച്ച് ഇത് മോദിയെ താഴെ ഇറക്കുക എന്നുള്ള അജണ്ടയോടുകൂടി, മോദിയെ ആ വ്യക്തിയെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള അജണ്ടയോടുകൂടി ഒരു കൂട്ടം ഇൻ്റർനാഷണൽ ലോബികളും അതേപോലെ മറ്റ് സംഘടനകളും വ്യക്തികളും ഒക്കെ ചേർന്ന ഒരു വലിയ മുന്നണി അപ്പുറത്ത് രൂപപ്പെട്ടിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. തുടർന്ന് 5 വർഷം സുസ്ഥിരമായ ഒരു ഭരണം ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ വിദേശ ഇടപെടലിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണമാണ് ആദ്യം തന്നെ ഈ സർക്കാർ ഓർഡർ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ സർക്കാർ അതിനുവേണ്ടി നിർദ്ദേശം കൊടുക്കേണ്ട ഒരു കാര്യം. ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഈ പരിപാടിയിൽ വീണ്ടും ചർച്ച ചെയ്യുന്നതാണ്. അതുവരെ നമസ്കാരം.